പ്രഗത്ഭരായ ദൈവദാസന്മാരുടെ ദൈവവചന ശുശ്രൂഷ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഇത് പോരാഞ്ഞിട്ട് കൺവെൻഷൻ്റെ ഒരു കാലമാണ്. പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വിമർശനങ്ങൾ ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നു. പല നിലകളിലുള്ള കാര്യങ്ങളാണ് ആത്മീക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ സുവിശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഏകാഗ്രതയും ശ്രദ്ധയും ഒക്കെ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ദൈവദാസന്മാർ അതിൽ മുൻപോട്ട് വന്ന 1-2 വചനങ്ങൾ എനിക്ക് വായിച്ചു തന്ന് സഹായിച്ചാൽ അത് ഉപകാരമായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ വേദഭാഗം വായിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോടും ഈ ചുറ്റുപാടുകളിൽ നമ്മെ ശ്രദ്ധിക്കുന്നവരോടും ഇടപെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ബലഹീന മനുഷ്യരാണ്. നമ്മളെ കൊണ്ടൊരു മനുഷ്യൻ്റെ ഹൃദയം തുറക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുമ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ദൈവം ജീവിതങ്ങളെ സ്പർശിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചനത്തിൻ്റെ ഉള്ളിൽ സ്ഫോടനാത്മകമായ ദൈവശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സാധുക്കളായ ബലഹീനരായ ഞങ്ങൾ ഇന്ന് രാത്രി ഈ ദേശത്ത് കൂടി വന്ന് അങ്ങയെ ആരാധിക്കുകയും അങ്ങയുടെ വചനത്തിൽ നിന്ന് ആത്മീക സത്യങ്ങൾ ഈ ദേശത്ത് പ്രഘോഷിക്കുകയും ചെയ്യുകയാണ്. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി ഈ ശുശ്രൂഷയുടെ മേൽ പരിവർത്തിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കണമേ. ആഴത്തിൽ വചനം ഹൃദയങ്ങളിൽ പ്രവേശിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ മേലും ഈ ചുറ്റുപാട് കേൾക്കുന്നവരുടെ മേലും എല്ലാവരുടെ മേലും കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നുവെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ബലഹീനരായ ഞങ്ങളെ ഇന്ന് രാത്രി തിരുനാമ മഹത്വത്തിനും ജനത്തിൻ്റെ വിടുതലിനും വേണ്ടി ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഈ വാക്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ പ്രായഭേദമന്യേ സകല മനുഷ്യരുടെയും ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫേസ്ബുക്കും യൂട്യൂബും മെസ്സഞ്ചറും അതുപോലെ വാട്സപ്പൊക്കെ പ്രായഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ അത്രമാത്രം സ്വാധീനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ ഞാനും ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിലെ പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ പറയുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിനെ വല്ലാത്ത രീതിയിൽ വികലമാക്കിക്കൊണ്ട് ഒത്തിരി വ്യക്തികൾ ഇന്നാളുകളിൽ ഫേസ്ബുക്കിലും യൂട്യൂബുകളിലൊക്കെ ചർച്ചകളും അവരുടേതായിരിക്കുന്ന ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ഇതൊരു പൊതു മീറ്റിംഗ് ആയതുകൊണ്ടും യുവതി യുവാക്കന്മാർ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് കൊണ്ടും ബൈബിളിനെ, അതിൻ്റെ എഴുത്തുകാരെ, അതിലെ ആശയങ്ങളെയൊക്കെ എവിടെ താഴ്ത്തിക്കെട്ടുന്നുവോ അങ്ങനെ താഴ്ത്തിക്കെട്ടുന്നവ അവരുടെ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ഈ പുസ്തകത്തെ വിശ്വസിക്കുന്ന, ഇതിലെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സകല ദൈവമക്കളും ഞങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ ആ വിമർശനം തെറ്റാണ്, ആ കാഴ്ചപ്പാട് തെറ്റാണ്, ബൈബിളിൻ്റെ
അടിസ്ഥാനത്തെ, അതിന്റെ നിലനിൽപ്പിനെ, അതിന്റെ ചരിത്രത്തെയൊക്കെ ഞങ്ങൾക്ക് ലഭ്യമായ ഇടങ്ങളിൽ വിമർശനങ്ങളെ വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നേരിടാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഇങ്ങനെയാണ്: അറിവും ബോധവും ഇല്ലാത്ത കാലത്ത്, വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത മനുഷ്യർ അവരെന്തൊക്കെയോ എഴുതി വച്ചു. അത് ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ച, ലോകം ഇത്രമാത്രം വികസിച്ച ഈ കാലത്ത് ചില പൊട്ടന്മാർ വിശ്വസിക്കുകയാണ് എന്നൊരു പരാമർശം ഞാൻ വായിച്ച് ശ്രദ്ധിക്കാനായിട്ട് ഇടയായി തോന്നി. ഇങ്ങനെയുള്ള പരാമർശങ്ങളുടെ കീഴെ ഒത്തിരി ആൾക്കാർ വന്ന് കമന്റുകൾ ഇടുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വായിക്കാറുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിലെ ആരംഭങ്ങളുടെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ച് പൊതുസമൂഹത്തിന് ഒരറിവുണ്ടാകേണ്ടതിന്, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് ഒരറിവുണ്ടാകേണ്ടതിന് ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ച് ഞാനൊന്ന് പരാമർശിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇതൊരു പൊതു മീറ്റിംഗ് ആണല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ എഴുത്തുകാരൻ മോശയാണ് എന്ന് നമുക്കറിയാം. മോശയുടെ പിതാവിന്റെ പേര് അമ്രാം, തന്റെ അമ്മയുടെ പേര് യോഖേബേദ്. ആ ദമ്പതികൾക്ക് 3 മക്കളെ ദൈവം കൊടുത്തു. മോശയ്ക്ക് 2 സഹോദരങ്ങളുണ്ട്. മൂത്ത സഹോദരന്റെ പേര് അഹ്റോൻ, സഹോദരിയുടെ പേര് മിരിയാം. മോശ ജനിച്ചത് ഈജിപ്തിലാണ്. മോശ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ മോശയെ ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫറവോന്റെ മകളും തൊത്മോസ് രണ്ടാമൻ ചക്രവർത്തിയുടെ ഭാര്യയുമായിരിക്കുന്ന ഹാറ്റ്സേപ്ഷൂട്ട് എന്ന് പറയുന്ന ആ വനിത ഈ കുഞ്ഞിനെ തൻ്റെ ദത്തുപുത്രനായിട്ട് എടുത്തു. അതുകൊണ്ട് തന്നെ മോശയുടെ ജീവിതത്തിന്റെ 40 വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചത് രാജകൊട്ടാരത്തിലാണ്. രാജകൊട്ടാരത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ മോശയ്ക്ക് ആ കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന വിദ്യാഭ്യാസം ലഭിച്ചു. വലിയ പാണ്ഡിത്യം തനിക്ക് നേടുവാൻ അത് നിമിത്തം അവസരമുണ്ടായി. യഹൂദ ചരിത്രകാരനായിരിക്കുന്ന ഫിലോ മോശയുടെ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, മോശ ഗണിതശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ക്ഷേത്രഗണിതം, വാനവിജ്ഞാനം, ആയോധന കലകൾ, അസീറിയൻ ഭാഷ, കൂടാതെ 2025 ആണ്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ശാസ്ത്രത്തിനും മനുഷ്യനും പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരാശയവിനിമയ രീതി ഈജിപ്തിലും മറ്റ് രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഹൈറോഗ്ലിഫിക് ആശയവിനിമയ രീതി എന്നാണ്. എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ കൊണ്ട് ആശയങ്ങൾ കൈമാറുന്ന ഒരു രീതി. ഇന്നും ഈജിപ്തിലെ കൊണാർക്ക് ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ അങ്ങനെയുള്ള ധാരാളം ചിത്രങ്ങൾ, അതിന്റെ അർത്ഥം വായിച്ചെടുക്കുവാൻ കഴിയാത്ത ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലോ പറയുന്നു, അങ്ങനെ ഈ ഹൈറോഗ്ലിഫിക് ആശയവിനിമയ രീതിയിൽ പോലും മോശ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. മാത്രവുമല്ല, തിരുവെഴുത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ഒരേ ഒരു ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 22-ാമത്തെ തിരുവെഴുത്തിൽ സ്തേഫാനോസ് യഹൂദ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ 200 വർഷത്തെ ചരിത്രം പ്രസംഗിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ മോശയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് മോശ എഴുതുമ്പോൾ എഴുത്തുകാരനായ മോശയുടെ ഉള്ളിൽ യാതൊരു പരിഭ്രമവുമില്ല. ഞാൻ എഴുതുന്നത് വിഡ്ഢിത്തമാണ് എന്നൊരു ചിന്ത എഴുത്തുകാരനെ ഭരിച്ചില്ല. കാരണം അദ്ദേഹം ചിന്താശേഷിയുള്ളവനായിരുന്നു, ഒരു ലീഡറായിരുന്നു, കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. അത്രമാത്രം പാണ്ഡിത്യമുള്ള മോശയ്ക്ക് ദൈവം ആകാശവും ഭൂമിയും ഞാനാണ് സൃഷ്ടിച്ചതെന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ, അത് തൂലിക കൊണ്ട് എഴുതിയപ്പോൾ മോശയുടെ ഉള്ളിൽ ഒരു സംശയമില്ലായിരുന്നു. മോശയത് വിശ്വാസത്താൽ തന്നെ എഴുതി വെച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളും ഇത് വിശ്വസിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം നമ്മൾ അതിൻ്റെതായ അർത്ഥത്തിൽ ബഹുമാനിക്കണം. വേദപുസ്തകം ശരിയായി വായിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയമാണ് വായിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയം ആണ് ഞാൻ വായിക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവോടുകൂടെ ഒരു വ്യക്തി വേദപുസ്തകം വായിച്ചാൽ വേദപുസ്തകം നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. അത്രമാത്രം ശ്രേഷ്ഠമാണ് വിശുദ്ധ ബൈബിൾ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ കാലപരിധി 40 വർഷമാണ്. BC 1450 മുതൽ BC 1410 വരെയുള്ള സുദീർഘമായ 40 വർഷം മോശയ്ക്ക് സർവശക്തനായ ദൈവം കൊടുത്ത വെളിപ്പാടുകളെ അദ്ദേഹം സമാഹരിച്ചു. ഇതിന്റെ മൂലഭാഷയെ എബ്രായ ഭാഷയിൽ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ നിയമപുസ്തകം എന്ന പേരിൽ ഒരൊറ്റ പുസ്തകമായിട്ടാണ് മോശ രചിച്ചത്. എന്നാൽ എബ്രായ തിരുവെഴുത്തുകളെ ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത സെപ്റ്റുവജന്റ് ഭാഷാന്തരക്കാരാണ് വിഷയവൈവിധ്യം നിമിത്തം 5 പുസ്തകങ്ങളായി ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനമെന്ന് ഈ പുസ്തകത്തെ ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ ഗ്രന്ഥം അത് ദൈവശ്വാസീയമായ തിരുവെഴുത്താണ്. ഞാൻ എൻ്റെ ആമുഖം പറഞ്ഞ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. നമുക്ക് സമയബന്ധിതമായി ഈ മീറ്റിംഗ് ഇവിടെ പര്യവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ വാക്യത്തിലേക്ക് കടന്നു വരാം. ഇന്ന് രാത്രി ഞാൻ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ, ഇതൊരു സുവിശേഷ യോഗമാണ്. 3 ദിവസമാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് ശേഷം അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ഇവിടെ ദൈവവചനം പ്രസംഗിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രസംഗമായിരിക്കത്തില്ല. എനിക്ക് ശേഷം പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാർക്ക് അവരുടെ ശുശ്രൂഷകൾക്ക് കൂടുതൽ ആക്കം കൂട്ടത്തക്ക നിലയിൽ ഇന്ന് രാത്രിയിൽ അതിനൊരു ആമുഖമായിട്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ചും തിരുവെഴുത്തിലൂടെ എന്റെ മാന്യ ശ്രോതാക്കളോട്, ചുറ്റുപാട് നമ്മളെ കേൾക്കുന്നവരോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിലെ എന്റെ ദൈവവചന പ്രഭാഷണം ഇവിടെ പര്യവസാനിപ്പിക്കും. നമുക്ക് ഈ തിരുവെഴുത്തിലേക്ക് വരാം. ഈ തിരുവെഴുത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളൊരു വലിയ വീട് പണിതു എന്ന് കരുതുക. ആ വീട് പണിതതിന് ശേഷം നമ്മൾ ആ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന് ഒരു താക്കോലുണ്ട്. ഒരിക്കലും വീടിന്റെ വലിപ്പം താക്കോലിന് ഉണ്ടാകത്തില്ല. പക്ഷേ വീടിന്റെ വലിപ്പവും മുറിയുടെ വലിപ്പവും അതിലുപയോഗിക്കുന്ന ഫർണിച്ചറിന്റെ വലിപ്പവും താക്കോലിനില്ലെങ്കിലും ആ വീടിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് താക്കോല. അത് നഷ്ടപ്പെട്ടു പോയാൽ ആ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ പോകും. ഇതുപോലെ തന്നെ 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ ബൈബിളിന്റെ താക്കോലാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്താണ് ഈ വാക്യത്തിന്റെ സവിശേഷത? ഈ വാക്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ ഗോളങ്ങൾ എങ്ങനെയുണ്ടായി? ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ ഭൂമി എങ്ങനെയുണ്ടായി? ഇവിടെ ജീവജാലങ്ങൾ എങ്ങനെയുണ്ടായി? ഇതിന്റെ എല്ലാം ഉത്ഭവം എവിടുന്നാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് സർവശക്തനും സർവവ്യാപിയുമായ മഹാദൈവത്തെ കുറിച്ച് വിളംബരം ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ഇത്ര ആധികാരികതയോടെ സംസാരിക്കുന്നില്ല. എന്തിനു പറയുന്നു? സയൻസ് പോലും ആധികാരികതയോടെ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ജീവജാലങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ബൈബിൾ പറയുന്നു ദൈവം സൃഷ്ടിച്ചു. ആമുഖമായി ഞാൻ അല്പം കൂടെ വിശദമായിട്ട് പറയട്ടെ. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? പ്രിയ ദൈവമക്കളെ, നമുക്കതിനെക്കുറിച്ച് നല്ല പരിജ്ഞാനം വേണം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല എന്ന് ഞാൻ നിങ്ങളുടെ ലജ്ജയ്ക്കായി പറയുകയാണ്. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും ചില വാക്യങ്ങൾ
സന്ദർഭവശാൽ ഒന്ന് വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? സങ്കീർത്തനങ്ങൾ 90 അതിന്റെ 1-2 വാക്യങ്ങൾ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവിടെ മൈക്കിലൂടെ വായിക്കും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വാക്യം അറിയാം. 2ാമത്തെ വാക്യത്തിൽ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അവൻ അനാദിയായും, അനാദി എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ആരംഭമില്ലാത്തവൻ. ശാശ്വതമായ ദൈവം എന്നതിന്റെ അർത്ഥം അവസാനമില്ലാത്തവൻ. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവമാ. ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവം, അർത്ഥാൽ ദൈവമില്ലാത്ത ഒരു കാലം ഇല്ലായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ എനിക്കും നിങ്ങൾക്കും ആമേൻ പ്രബോധനം തരികയാണ്. ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവം, ഇത് ഒത്തിരി ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കണം. പക്ഷേ അത് മതസ്പർദ്ധ ഉളവാക്കിയെന്ന് വിമർശിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വേണ്ട. എന്നെ കേൾക്കുന്ന ജനം പ്രബുദ്ധരാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്. നമ്മുടെ ദൈവം, വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവമാണ്. 2ാമത്തെ യോഗ്യത, ദൈവത്തിന്റെ ഗുണം പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. അതിന്റെ 46-ാം അധ്യായം 10-ാമത്തെ വാക്യം പ്രിയ പാസ്റ്റർ വായിക്കും, ശ്രദ്ധിച്ചാട്ടെ. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ 2ാമത്തെ യോഗ്യത, നമ്മളെല്ലാവരും ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എന്തിനാ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ വാക്യത്തിനകത്തുണ്ട് അതിന്റെ ഉത്തരം. നാം ആരാധിക്കുന്ന ദൈവം ആരംഭത്തിങ്കൽ തന്നെ, ഒരു വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ അവസാനം കാണുന്ന ദൈവമാണ്. ഇത് ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പ്രിയരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ജനങ്ങളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയത്തിൽപ്പെട്ട് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? വലിയ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ കാൽച്ചുവട് വെച്ചിട്ട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന വിഷയങ്ങളുണ്ടോ? ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും ധനം കൊണ്ടും പരിശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമുണ്ടോ? നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ പ്രയോഗിച്ചിട്ടും വിജയം പ്രാപിക്കാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയമുണ്ടോ? വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിങ്കിലേക്കൊന്നു വാ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്ത്. ദൈവമേ, ഞാനായിരിക്കുന്ന പ്രതിസന്ധിയിൽ എനിക്ക് ഈ അടിയ കുരുക്കടിച്ച് മുൻപോട്ട് പോകാൻ എനിക്ക് ആലോചന തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, നീ പരാജയപ്പെട്ട വിഷയത്തിൽ, നീ സങ്കടം അനുഭവിക്കുന്ന വിഷയത്തിൽ അവൻ ആലോചന പറഞ്ഞ് നിന്റെ പ്രതിസന്ധിയിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഒത്തിരി തെളിവുകളുണ്ട്. ഹൈ പിടിച്ചടക്കാൻ പോയി വെട്ടേറ്റ് വീണ ഇസ്രായേൽ ജനം, രാവിലെ മുതൽ വൈകുന്നേരം വരെ കരഞ്ഞ മോശയ്ക്ക് ഹൈ പിടിച്ചടക്കാൻ ബുദ്ധി പറഞ്ഞു കൊടുത്ത ദൈവത്തെ വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ ദൈവം ആരംഭത്തിങ്കൽ തന്നെ അവസാനം അറിയുന്ന ദൈവമാണ്. സ്തോത്രം. മറ്റൊരു ഗുണവിശേഷം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിക്കും പാസ്റ്റർ. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്.
ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ സർവശക്തനായ ദൈവത്തിന്റെ മറ്റൊരു സവിശേഷത പറയുകയാണ്, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിലില്ല. ദൈവ സാന്നിധ്യമുള്ള ഇടം. ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു മെസ്സേജ് കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോയ് ജോൺ സാറിന്റെ മെസ്സേജാണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ന്യൂ ലൈഫ് തിയോളജിക്കൽ അക്കാദമിയിൽ ദൈവദാസന്മാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജിൽ പറഞ്ഞു, ദൈവം സമീപസ്ഥനായ ദൈവമാണ്. അതിന്റെ തെളിവ് അദ്ദേഹം നിരത്തിയത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-ാമത്തെ വാക്യമാ. അവൻ തന്റെ ജനത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. ഭാര്യ കേരളത്തിലും ഭർത്താവ് ദുബൈയിലുമാണെങ്കിൽ കേരളത്തിൽ വീട്ടിലിരുന്ന് കരയുന്ന ഭാര്യയുടെ കണ്ണുനീർ തുടയ്ക്കാൻ ദുബായിലിരിക്കുന്ന ഭർത്താവിനെ കൊണ്ട് കഴിയത്തില്ല. സർവവ്യാപിയായ ദൈവം, ഹൃദയത്തിന്റെ നൊമ്പരമറിയുന്ന ദൈവം, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തെ അന്വേഷിച്ച് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എങ്ങും പോകേണ്ട കാര്യമില്ല. നീയായിരിക്കുന്ന ഇടത്ത് നിന്റെ പരിതസ്ഥിതിയിൽ ഇറങ്ങി വന്ന് തന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ ഉള്ളത്തെ ആശ്വസിപ്പിച്ച് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം തന്ന് ജീവിക്കുവാൻ പ്രത്യാശയും ധൈര്യവും തരുന്ന സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ എല്ലായിടത്തുമുള്ള ദൈവമാണ്. ഒരു പ്രത്യേക പോയിന്റിൽ ദൈവത്തെ അന്വേഷിക്കേണ്ട. അവൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. സ്തോത്രം. എൻ്റെ ബൈബിൾ വായനയിൽ ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ വായിക്കുന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം. അതിലെ ദൂതുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പൗലോസ് പ്രസംഗിച്ച ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ. പൗലോസ് ഏതൻസിൽ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. അറിവുള്ള കാര്യമാ. 24-ഉം 25-ഉം വാക്യങ്ങൾ. ദൈവത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ്. വായിച്ച് 24-25 അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പ്രസംഗം നടത്തുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പുരാതന ഏതൻസിലാണ് പൗലോസ് ഈ പ്രസംഗം നടത്തുന്നത്. ഏതൻസിന്റെ പ്രത്യേകത നമുക്കറിയാം. തത്വജ്ഞാനത്തിന്റെ ഈറ്റില്ലമാണ് ഏതൻസ്. വിശ്വപ്രസിദ്ധരായിരിക്കുന്ന സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അവരുടെ തത്വശാസ്ത്ര ചിന്തകൾ കൊണ്ട് മനുഷ്യന്റെ ചിന്തകളെ ഉഴുതുമറിച്ച സ്ഥലമാണ് പുരാതന ഏതൻസ് എന്നുള്ളത്. പൗലോസ് ഇത് പ്രസംഗിക്കുന്ന കാലത്തും തത്വചിന്തയ്ക്ക് അവിടെ യാതൊരു പഞ്ഞവുമില്ല. എപ്പിക്യൂരിയൻസും സ്റ്റോയിക്കരുമായിരിക്കുന്ന ചിന്താഗതിക്കാരുടെ ആശയവിനിമയം നടക്കുന്ന സ്ഥലം. വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ച് കൂടി തത്വശാസ്ത്രത്തിന്റെ പുതിയ മേഖലകളെ തമ്മിൽ അവിടെ ആശയങ്ങളെ വികസിപ്പിക്കുന്ന സ്ഥലം. അവിടെ ശ്രീ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ പൗലോസ് കടന്നു എന്നപ്പോൾ പൗലോസിനെ അവർ അരയോപക കുന്നിൽ നിർത്തി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ആ വലിയ സദസ്സിൽ നിന്നുകൊണ്ട്, തത്വജ്ഞാനികളുടെ സദസ്സിൽ നിന്നുകൊണ്ട്, ഭൗതികവാദികളുടെ സദസ്സിൽ നിന്നുകൊണ്ട്, ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരുടെ സദസ്സിൽ നിന്നുകൊണ്ട് പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകയാൽ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവിടുന്ന് വാസം ചെയ്യുന്നില്ല. സ്തോത്രം. ഈ ധൈര്യമാ നമ്മൾ കാണേണ്ടത്. മുമ്പിലിരിക്കുന്നത് തത്വജ്ഞാനികളാണെന്നും പറഞ്ഞ് ഇവരെന്ത് ചെയ്യുമെന്നും പറഞ്ഞ് പൗലോസ് ചൂളിപ്പോയില്ല. കാരണം പൗലോസ് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. ഇവിടുത്തെ ഒരു പരാമർശം ഒരുപക്ഷെ ചിലർക്കൊക്കെ വേദനയുണ്ടാക്കും. കാരണം
ഇവിടെ ക്ഷേത്രം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് പൗലോസ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 200 വർഷങ്ങൾക്ക് മുമ്പ് എബ്രായ ഗ്രീക്ക് ഭാഷയിൽ നിന്നും വിശുദ്ധ ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ നമ്മുടെ മലയാള ഭാഷ ഇത്രത്തോളം വികസനം പ്രാപിച്ചിട്ടില്ലായിരുന്നു. അന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വിവർത്തകർ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ പാണ്ഡിത്യമുള്ള മേനവൻ തുടങ്ങിയതായിരിക്കുന്ന വ്യക്തികളെ പോലെയുള്ളവർക്ക് അവർക്ക് ലഭ്യമായ ഭാഷയിൽ എഴുതിയതാണ്. ദൈവം വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ് ക്ഷേത്രം എന്ന പരാമർശം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടിട്ട് മാന്യ ശ്രോതാക്കളെ, ക്ഷേത്രത്തിൽ ദൈവമില്ല എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചെന്ന് നിങ്ങളാരുടെ പറയരുത്. ബൈബിളിലെ ഒരു എഴുത്താണ്. കാരണം 200 വർഷങ്ങൾക്ക് മുമ്പ് ലഭ്യമായ ഭാഷ, ദൈവം വസിക്കുന്ന സ്ഥലം, ക്ഷേത്രം എന്നുള്ള ആശയമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അടിസ്ഥാനപരമായി ആ ക്ഷേത്രം എന്ന പരാമർശത്തിന്റെ അർത്ഥം ദൈവാലയം എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം മനുഷ്യന് അവൻ നിർമ്മിച്ച ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ മനുഷ്യന് കുടിയിരുത്തുവാൻ, മനുഷ്യനെ വിളിച്ചിരുത്തുവാൻ കഴിയാത്ത സർവവ്യാപിയായ ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പള്ളിയുടെ പേരിൽ ഞങ്ങൾ തല്ലിപ്പിടിക്കാറില്ല. പള്ളിയേക്കാൾ വലുത് ദൈവമാണ്. ഞങ്ങൾ ആലയത്തിന്റെ പേരിൽ കേസ് കൊടുക്കാനും പള്ളികൾ കയ്യേറ്റം ചെയ്യാനും ദൈവത്തിന്റെ പേരിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേർപെട്ട ദൈവജനത്തിന്റെ ഇടയിലില്ല. ഞങ്ങൾ ദൈവാലയത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ലഭ്യമായ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ലഭിച്ച സ്ഥലങ്ങളിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. അതിനപ്പുറം ഞങ്ങൾ കൂടി വരുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങളെ ഞങ്ങൾ മഹത്വവൽക്കരിക്കുന്നവനല്ല. കാരണം ഞങ്ങൾ ആരാധിക്കുന്ന വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അവിടുന്ന് കൈപ്പണിയായ ദൈവാലയത്തിൽ വാസം ചെയ്യുന്നവനല്ല. അടുത്ത വാക്യം അതിനേക്കാൾ അപ്പുറമാണ്. ഒന്ന് വായിച്ച പാസ് 26-ാമത്തെ വാക്യം. 26-ാമത്തെ വാക്യം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ തക്കവണ്ണം 25. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുവാൻ കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. പ്രിയരെ, അല്പസമയമെടുത്തത് ഇതൊന്ന് വിവരിക്കണമെന്ന് എനിക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇവിടെ വായിച്ചത് എല്ലാവരും കേട്ടു. വീടുകളിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം മനുഷ്യന്റെ കയ്യിൽ നിന്നും സാമ്പത്തികം തട്ടിയെടുക്കുന്ന ദൈവമല്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാമ്പത്തികം ചൂഷണം ചെയ്യുന്ന ദൈവമല്ല. ചൂഷണം ചെയ്യാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ആരാധനയാ. നമ്മുടെ പണവും സ്ഥാവര ജംഗമ വസ്തുക്കളും ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നില്ല. ദൈവത്തിന് ആവശ്യം മനുഷ്യനെയാണ്. മാത്രമല്ല, ഇവിടെ വായിച്ചു, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യന്റെ കൈകൾ കൊണ്ട് ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നിങ്ങൾ വെട്ടണം, എനിക്ക് വേണ്ടി നിങ്ങൾ അടിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ ഇതര മതസ്ഥന്റെ കരുത്തറുക്കണം, എനിക്ക് വേണ്ടി എന്റെ ആശയത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾ പോരാടണമെന്ന് പറയാത്തൊരു ദൈവം, ആ ദൈവമാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. അവൻ മനുഷ്യന്റെ കൈകൾ കൊണ്ട് ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. തെളിവ്, യേശുക്രിസ്തുവിനെ പിടിക്കുവാനായി പട്ടാളം വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദാസനായിരിക്കുന്ന ശിഷ്യനായിരിക്കുന്ന ശിമോൻ പത്രോസ് വാളൂരി മൽക്കോസിന്റെ കാതറുത്തു. യേശു പറഞ്ഞു, വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലെ. എവിടെയെല്ലാം ആരെല്ലാം ഈ മാർഗത്തിൽ വന്നിട്ട് ആയുധമെടുക്കാൻ പ്രേരണയുണ്ടായിട്ടുണ്ടോ, ഞങ്ങളുടെ കർത്താവ് പഠിപ്പിച്ചത് എനിക്ക് വേണ്ടി നിങ്ങൾ വെട്ടുവാനല്ല, പിന്നെയോ വാളെടുക്കുന്നവനോട് പറയുന്നു, വിമർശിക്കുന്നവനോട് പറയുന്നു, പരിഹസിക്കുന്നവനോട് പറയുന്നു, മറ്റുള്ളവനെ താറടിക്കാൻ ശ്രമിക്കുന്നവനോട് പറയുന്നു, നിന്റെ വാൾ
നിന്റെ നാവ് നിന്റെ വായുടെ ഉള്ളിൽ ഒതുക്കി വയ്ക്ക എന്ന് പറയുന്ന ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പോകാനുണ്ട്. എങ്കിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന, എനിക്കൊരു ജീവിതം തന്ന, എന്നെ ഒരു പ്രസംഗിയാക്കിയ, എന്റെ കയ്യിൽ ഈ വിശുദ്ധ ഗ്രന്ഥം ഏൽപ്പിച്ച സർവശക്തനായ ദൈവത്തോട് എനിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളിലെ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഈ പൊതുസ്ഥലത്ത് എല്ലാവരും കേൾക്കെ ഞങ്ങൾ പ്രഖ്യാപിച്ചത്. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം, ആ ദൈവത്തിന് സമനായവൻ, ആ ദൈവത്തോട് കൂടെ ഇരിക്കാൻ യോഗ്യതയുള്ള മറ്റൊന്ന് ഈ ഉലകത്തിൽ ഇല്ലവേയില്ല. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും അഭിമാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം കേട്ടോ. നമ്മൾ ആരാധിക്കുന്ന ദൈവം, അവന് ഇണയില്ല, അവന് തുണയില്ല, അവന്റെ ഒപ്പം പറയുവാൻ മറ്റാരുമില്ല. ഇത്ര ഭയങ്കരനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഇവിടെ നമുക്ക് ഒരു ചോദ്യത്തിലൂടെ തുടങ്ങാം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്നാണ് നമ്മൾ വായിച്ചത്. അവിടെ നമുക്കൊരു ചിന്ത, ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കാം, ദൈവത്തിന്റെ വചനത്തോട് ചോദിക്കാം. ദൈവമേ, അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? ബൈബിളിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മുടെ ബൈബിൾ വായന ആ നിലയിലായിരിക്കണം. ബൈബിളിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരും, നമ്മുടെ ചിന്താശേഷി വളരും. ചിന്താശേഷി വളരുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്കും ആത്മീക പക്വത ഉണ്ടാകുന്നത്. അത് തിരിച്ചറിഞ്ഞോണം. എപ്പോഴെല്ലാം വേദപുസ്തകം വായിക്കാൻ കരങ്ങളിലെടുക്കുമോ, വായിക്കുന്ന വേദഭാഗത്ത് ചോദ്യങ്ങൾ കണ്ടെത്തിക്കണം. ചോദ്യങ്ങൾ കണ്ടെത്തിയാൽ അടുത്തത് നമ്മളതിന്റെ ഉത്തരം തിരയും. അവിടെയാണ് നമുക്ക് ആത്മീക വളർച്ച ഉണ്ടാകുന്നത്. ചോദ്യങ്ങളില്ലാതെ വേദപുസ്തകം വായിച്ചാൽ നമുക്ക് വളർച്ചയുണ്ടാകത്തില്ല. ഞങ്ങള് ഈ യൂത്ത് ക്യാമ്പൊക്കെ നടത്തുന്ന സമയത്ത് ബൈബിൾ ക്വിസ് നടത്തും. പ്രായം തിരിച്ച് ബൈബിൾ ക്വിസിന് ശേഷം രാത്രി ഞങ്ങള് പാസ്റ്റർമാര്, കർത്താവിന്റെ ദാസൻ ഷിജോ വർഗീസ് പാസ്റ്റർ, ക്രിസ്ത്യൻ യൂത്ത് ഫെലോഷിപ്പിന്റെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ പ്രസിഡന്റാ, ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് രാത്രി ഈ പേപ്പർ നോക്കും. ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേദപുസ്തകത്തിലെ സാധാരണപ്പെട്ട ചോദ്യങ്ങൾക്ക് പോലും ഒരു ശരിയായ ഉത്തരമില്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വേദപുസ്തകത്തിലുള്ള അറിവിന്റെ കുറവ് ഞങ്ങളുടെ ശുശ്രൂഷയെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുവാൻ ഞങ്ങളെ ഇടയാക്കി. ഇന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ, ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, അവർ ഞങ്ങൾക്കൊരു അഭിമാനമാ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാവിയാ. സ്തോത്രം. അത്രമാത്രം തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കാറുണ്ട്, ഞങ്ങളുടെ നേതൃത്വം അധ്വാനിക്കാറുണ്ട്, പണം ചിലവഴിക്കാറുണ്ട്. ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാ. കാരണം ഈ തലമുറകളെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെ ശ്രമാവഹമായിരിക്കുന്ന കാര്യമാണ്. ആരാധനയിലെ 2.5 മണിക്കൂർത്തെ പ്രസംഗം കൊണ്ടത് നടക്കത്തില്ലെന്ന് നല്ല ബോധ്യം നമുക്കുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരട്ടെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം എന്തിനാണ് ഭൂമി സൃഷ്ടിച്ചത്? സ്വാഭാവികമായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. അതിന്റെ ഉത്തരം എന്താണ് ബൈബിൾ പറയുന്നത്? നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 18-ാമത്തെ വാക്യം പ്രിയ പാസ്റ്റർ മൈക്കിലൂടെ വായിക്കും. ശ്രദ്ധിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 18-ാമത്തെ വാക്യം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. 18-ാമത്തെ വാക്യത്തിൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, സർവശക്തനായ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് വെറുതെയല്ല, പിന്നെയോ അതിനെ പാർപ്പിന് വേണ്ടി അത്രേ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ബൈബിൾ എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരുന്ന
അറിവതാണ്. നമ്മുടെ ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന മറുപടി ഏതാണ്? ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ തിരുവുള്ളത്തിൽ ഉണ്ടായ ചിന്ത, ഞാൻ ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നത് വ്യർത്ഥമായിട്ടല്ല, എനിക്കിവിടെ പാർപ്പൊരുക്കണം, എനിക്കിവിടെ നിവാസികളെ ഒരുക്കണം, എനിക്കിവിടെ ചിലരെ താമസിപ്പിക്കണം എന്നുള്ളതായ താല്പര്യത്തോടു കൂടെയാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. സ്തോത്രം. നിവാസികൾക്ക് വേണ്ടി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഒത്തിരി ഒത്തിരി ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ സമയത്തിന്റെ പരിമിതിയിൽ പറഞ്ഞു പോകട്ടെ. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. സ്തോത്രം. ദൈവം ഈ ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു, മനുഷ്യനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഇതാണ് ബൈബിൾ വായിക്കുന്നതിന്റെ ഭംഗി. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ബൈബിൾ എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരുന്ന ആത്മീക സത്യമതാണ്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി, ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടി. അപ്പോൾ പരസ്പര പൂരകമാണ് കാര്യങ്ങളുടെ പോക്ക്. സ്തോത്രം. അതിന്റെ ഒത്തിരി തലങ്ങൾ എന്റെ പ്രസംഗത്തിന്റെ ഉള്ളിൽ എനിക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ, ദൈവത്തിന്റെ ആർദ്രത, ദൈവത്തിന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു വായിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ട് ഒന്ന് വായിച്ചാട്ടെ. യഹോവയായ ദൈവം ഭൂമിയെയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അന്നുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്തു വേല ചെയ്യുവാൻ മനുഷ്യൻ ഉണ്ടായിരുന്നതില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഇതിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒത്തിരി ആത്മീക ചിന്തകൾ പ്രിയരെ ഇവിടെ ഉണ്ട്. ദൈവം തമ്പുരാൻ മനുഷ്യന് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച സമയത്ത് അത് പാഴും ശൂന്യവുമായിരുന്നു. കണ്ണെത്താ ദൂരം മലകൾ, ഊഷരഭൂമി, പച്ചപ്പിന്റെ ഒരു നാമ്പില്ല. ആകാശത്ത് പറക്കുവാൻ പക്ഷികളോ, ഭൂമിയിൽ ചലിക്കുവാൻ മൃഗങ്ങളോ, വെള്ളത്തിൽ ചലിക്കുവാൻ മത്സ്യങ്ങളോ ഇല്ല. ഒരു പച്ചപ്പിന്റെ കണിക പോലും ഇല്ലാത്തൊരു ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. അതിന് വേറെ പല അർത്ഥതലങ്ങൾ ദൈവശാസ്ത്രപരമായിട്ടുണ്ട്. അതൊന്നും ഇവിടെ പ്രസ്താവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭാഗം ഈ പ്രസംഗത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കി ആയപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 25 വരെയുള്ള തിരുവചനത്തിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത് ഈ 2 വാക്യങ്ങൾ വായിച്ചപ്പോഴാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 25 വരെയുള്ള 5 ദിവസത്തെ സൃഷ്ടിയുടെ വൈഭവം, അതിന്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ഒരു ഈ 2 വാക്യങ്ങൾ വായിച്ചപ്പോഴാണ്. ഊഷരഭൂമിയെ ദൈവം നിർമ്മിച്ചു പാർപ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവം മനുഷ്യന് പാർക്കുവാൻ വേണ്ടി അതിമഹത്തായ ഒരാവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുവെന്ന് വായിച്ച് ഗ്രഹിച്ചപ്പോൾ എന്റെ ഹൃദയം ദൈവത്തോടുള്ള എന്റെ സ്നേഹം വർദ്ധിച്ചു. കാരണം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാനാ ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതിയോട് എന്നൊക്കെ മനുഷ്യൻ വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം ഭയാനകമാവണ്ണം തകർന്നിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ഈ കാലഘട്ടം ഒന്ന് പരിശോധിച്ചേ. നല്ല നട്ടുച്ച സമയത്ത്, നല്ല വേനലിന്റെ സമയത്ത് 1 മാസം പെയ്യേണ്ട മഴ 24 മണിക്കൂർ കൊണ്ട് ഭൂമിയിൽ പെയ്യുന്നത്. അതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് ചിന്തിക്കാനുണ്ട്. എങ്കിലും എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഏറ്റവും മഹത്തായ ഒരു ആവാസ വ്യവസ്ഥ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. ഇവിടെയൊക്കെ കാണേണ്ടത് എന്താണെന്നറിയാമോ? താൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം എത്ര ആർദ്രതയുള്ളവനായിരുന്നു.
നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുക. ഒരു ശിശു നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായി വരുമ്പോൾ ആ വീട് ആ കുഞ്ഞിനെ എതിരേൽക്കാൻ വേണ്ടി എത്ര സന്തോഷത്തോടെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് നടക്കുന്നത്. മനുഷ്യരായ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു തലമുറ ജനിക്കാൻ പോകുമ്പോൾ ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെല്ലാം ക്രമീകരണങ്ങളാ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആർദ്രതയോടെ സ്വർഗത്തിലെ ദൈവം താൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ അവനെ ആക്രമിക്കാത്ത അവന്റെ സുഖത്തിനു വേണ്ടി അവന്റെ നിലനിൽപ്പിന് വേണ്ടി അതിമഹത്തായ ഒരു ജീവിതക്രമം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം തുടങ്ങുന്നത്. സ്തോത്രം. അനന്തരം യഹോവയായ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു. എനിക്ക് ഒത്തിരി വിശാലമായി പറയേണ്ട ഒരു ഭാഗമാ, അത് ഞാൻ വായിപ്പിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം അറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം മുതൽ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ചരിത്രം പറയുകയാണ്. നമ്മൾ ഒത്തിരി ശില്പങ്ങൾ കണ്ടിട്ടുള്ളവരാ, ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവരാ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളൊന്ന് ചിന്തിച്ചേ. ഒരു ശില്പി സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അവൻ അതിനെ ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ ശില്പം ആദ്യം ജനിക്കുന്നത് എവിടെയാ? ആ ശില്പിയുടെ ഹൃദയത്തിൽ. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ ആദ്യം ഉടലെടുത്തത് സർവശക്തനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിലാ. അർത്ഥാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ ഉള്ളിൽ താൻ ചിന്തിച്ചതുപോലെ, താൻ ആഗ്രഹിച്ചതുപോലെ, തന്റെ സ്വരൂപത്തിൽ, തന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സ്കൂളിൽ പോയി നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ എന്താ പഠിപ്പിക്കുന്നത്? മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നാ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം നിങ്ങളുടെ പുസ്തകങ്ങളിൽ അച്ചടിച്ച് നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിക്കും. അത് പഠിപ്പിച്ചോട്ടെ, നിങ്ങളത് പഠിച്ചേ പറ്റൂ. കാരണം ഈ സെക്കുലർ ഈ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് ഗവൺമെന്റിൻ്റെതാ അനുസരിച്ചേ പറ്റൂ. പക്ഷേ ദൈവകുഞ്ഞുങ്ങളായ നിങ്ങൾ, സൺഡേ സ്കൂൾ പഠിക്കുന്ന നിങ്ങൾ, വീണ്ടും ജന്മം പ്രാപിച്ച മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായ നിങ്ങൾ, ടീച്ചർമാര് നിങ്ങളെ അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം, മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്റെ ദൈവമാണ് കേട്ടോ. ആ ചിന്തയെ നിങ്ങളുടെ ഉള്ളിൽ വളരാവൂ. ആ ചിന്ത മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ വളരാവൂ. ആമേൻ. ഞാനും നിങ്ങളും, നമ്മൾ ഒരുക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ടാണ്. അവിടെയാ പ്രിയമുള്ളവരെ മനുഷ്യന്റെ അപകർഷതാബോധം മാറൂ. എത്രയോ മനുഷ്യർ ഈ പരിണാമ സിദ്ധാന്തം വിശ്വസിച്ച് തങ്ങളോട് തന്നെ ഒരു സംതൃപ്തി ഇല്ലാത്തവരായി ജീവിക്കുന്നുണ്ടെന്നറിയാമോ? വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നും. ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത അതാ. ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണ് വിജയിക്കാൻ തുടങ്ങുന്നത്? മനുഷ്യന്റെ ജീവിതം വിജയിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവനെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാ. നമ്മൾ പറയാറുണ്ട്, എന്നെ എന്റെ ഭാര്യ മനസ്സിലാക്കുന്നില്ല, എന്നെ എന്റെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, എന്നെ എന്റെ പാസ്റ്റർ മനസ്സിലാക്കുന്നില്ല, എന്നെ പാസ്റ്റർ പറയുന്നു എന്നെ ദൈവമക്കൾ മനസ്സിലാക്കുന്നില്ല. പ്രിയരെ, ഞാനും നിങ്ങളും എപ്പോൾ മുതൽ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏകാന്തത മാറിപ്പോകും, നമ്മുടെ അപകർഷതാബോധം മാറിപ്പോകും. വിശുദ്ധ ബൈബിൾ പ്രാർത്ഥനയോടെ വായിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ ഒന്ന്, വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയും. മനസ്സിലായോ? നമുക്ക് നമ്മളെ കുറിച്ച് അഭിമാനം തോന്നും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സ്നാപക യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് നീ ആരാണെന്ന് ചോദിച്ചു. എങ്ങനെയാ സ്നാപക യോഹന്നാൻ മറുപടി പറഞ്ഞ്? ഞാൻ സെക്കരിയാവിന്റെയും എലിസബത്തിന്റെയും മകനാണെന്നാണോ പറഞ്ഞേ? അങ്ങനെയല്ല. സ്നാപക യോഹന്നാൻ മറുപടി പറഞ്ഞത്, യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. അതിന്റെ അർത്ഥം
സ്നാപക യോഹന്നാൻ പഴയ നിയമം വായിച്ചപ്പോൾ അവനെ വേദപുസ്തകത്തിന്റെ ഉള്ളിൽ കണ്ടെത്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വേദപുസ്തക വായനയിൽ വേദപുസ്തകത്തിന്റെ ഉള്ളിൽ നിങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടോ? സ്തോത്രം. ബൈബിള് വായിക്കുമ്പോ ബൈബിളിനകത്ത് നമ്മളെ കണ്ടെത്തണം. അവിടെ നമുക്ക് കിട്ടുന്ന ആന്തരിക സൗഖ്യമുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന തന്റേടമുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ധൈര്യമുണ്ടല്ലോ. ഒരു മനുഷ്യനും നമ്മളെ നോക്കി എന്ത് പറഞ്ഞാലും നമ്മൾ ചൂളിപ്പോകത്തില്ല. സ്തോത്രം. നമ്മുടെ നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും ഒരു സ്ഥലത്തും മനുഷ്യൻ ചൂളിപ്പോകത്തില്ല. കാരണം വേദപുസ്തകം വായിക്കുമ്പോൾ, ശരിക്ക് ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി അവൻ ബൈബിളിന്റെ ഉള്ളിൽ അവനെ തന്നെ കണ്ടെത്തും. കാരണം ബൈബിളിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാവരും ഉണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? സ്തോത്രം. കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയണം. അർത്ഥാൽ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ വലിയ പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഭൂമി മുഴുവൻ നിറയണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും പാപമില്ലാത്ത, നീതിബോധമുള്ള, വിശുദ്ധിയുള്ള, ചീത്ത പറയാത്ത, കള്ളുകുടിക്കാത്ത, അടിപിടിക്കാത്ത, സ്ത്രീപീഡനം നടത്താത്ത വ്യക്തി, ഹത്യ നടത്താത്ത, പാപത്തെക്കുറിച്ച്